ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് സഹായകരമായ രീതിയിൽ അധ്യാപകരെ കണ്ടുകൊണ്ട് പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടോറിയലാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത്. അത് എപ്രകാരമാണ് നമുക്കതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഡിയർ ഫ്രണ്ട്സ്, നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പാഠഭാഗമാണ് എനിക്ക് കുട്ടികളുമായി ഇൻറ്ററാക്ട് ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ എന്നെ കുട്ടികൾക്ക് കാണത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളെ കുട്ടികളുമായി ഇൻറ്ററാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ട്യൂട്ടോറിയലിനായി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലാസ് ക്രമീകരിക്കുന്നതിനായി ആദ്യം നാം ചെയ്യേണ്ടത്, എന്ത് കണ്ടൻ്റാണോ നാം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കുക എന്നതാണ്. ഇവിടെ ഞാൻ 7ാം ക്ലാസ്സിലെ മലയാളവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രയിൽ ഞാൻ പോയി. അപ്പോൾ സമഗ്രയിൽ തന്നെ പോകണമെന്നില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള കണ്ടൻറ്റ് ഓൾറെഡി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് സ്ക്രീനിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കണം. ഞാനിപ്പം പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടി 7ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്ക് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് ആദ്യത്തെ പാഠഭാഗമായ ഈ ഒരു കൊച്ചനുജൻ എന്നൊരു കവിത എനിക്കിതാണ് കുട്ടികളുമായിട്ട് ഒന്ന് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇതൊന്ന് സ്ക്രീനിൽ എടുത്തു വയ്ക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട ആ ജോലി. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ പഠിപ്പിക്കേണ്ട പാഠഭാഗം നമ്മൾ സ്ക്രീനിലൊന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, ഇനി നമ്മൾക്ക് നമ്മുടെ വെബ് ക്യാം എങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ, സൗണ്ട്സ് ആൻഡ് വീഡിയോ. അതിനകത്ത് ഇതിനകത്ത് വെബ് ക്യാമിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് വെബ് ക്യാം ഓപ്പൺ ചെയ്യാനുണ്ട്. നമുക്ക് ഏറ്റവും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് GTK UVC വീഡിയോ വ്യൂവറാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ വിൻഡോ ഓപ്പൺ ആകുന്നതിന് മുമ്പ് തന്നെ ക്യാമറയും ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് അതുപോലെ അതിൽ ക്യാമറയിൽ കാണുകയാണ്. ഇതാണ് നമ്മുടെ ക്യാമറ വിൻഡോ. ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നതിൽ ബ്രൈറ്റ്നസ്സൊക്കെ നമുക്ക് ഇങ്ങനെ കൂട്ടാം, കുറയ്ക്കാം. അതാണ് നാം ആദ്യം ചെയ്യണം. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ബ്രൈറ്റ്നസ്സും നമ്മൾ തീരെ കൂട്ടിയാൽ ഇങ്ങനെയായിരിക്കും. ആ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ഇത്. ഇപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടിരിക്കുന്നു. ഞാനിവിടെ ബ്രൈറ്റ്നസ് കൂട്ടുന്നു, ബ്രൈറ്റ്നസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. അത്രയൊക്കെ കാര്യം മാത്രം ചെയ്താൽ മതി. അത്രയും ചെയ്തതിന് ശേഷം ഇതിന് തൽക്കാലം ഒന്ന് മിനിമൈസ് ചെയ്തിടുക. അപ്പോൾ അടുത്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ക്യാമറ ഇങ്ങനെ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ പാഠഭാഗത്തിൻ്റെ കണ്ടൻറ്റ് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ട ഈ ക്യാമറയെ പാഠഭാഗത്തെ ബാധിക്കാത്ത രീതിയിൽ ഒരിടത്ത് പൊസിഷൻ ചെയ്യുക എന്നതാണ്. അതായത് അതിനുവേണ്ടി നമ്മൾ മൗസ് ഈ ക്യാമറയുടെ ടൈറ്റിലിൻ്റെ ഭാഗത്ത് കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ച് നമുക്ക് ഒരിടത്തോട്ട് മൂവ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത്രയും ക്യാമറയുടെ വലുപ്പമൊന്നും വേണ്ട. നമ്മളെല്ലാം അവിടുത്തെ പ്രധാന കണ്ടൻറ്റ് ഈ പാഠഭാഗമാണ്. നമ്മളെ ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ള ഒരു കാര്യമാണ് അത്. പോയി നമ്മളതിനു വേണ്ടി നമ്മൾ ഈ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളതിൻ്റെ കോർണറിൽ വന്നതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെറുതാക്കാം. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്കിത് ഇപ്പോൾ ഇവിടെയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വച്ചതിന് ശേഷം ഇതിൻ്റെ ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആൾവൈസ് ഓൺ ടോപ്പ് എന്ന് കൊടുക്കുക. ഈ ആൾവൈസ് ഓൺ ടോപ്പ് കൊടുക്കുന്നത് നമ്മളറിയാതെ മൗസ് ഇവിടെ ക്ലിക്ക് ചെയ്യാതില്ലെങ്കിൽ ക്യാമറയുടെ ഈ വിൻഡോ ക്ലോസ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആൾവൈസ് ഓൺ ടോപ്പ് എനേബിൾ ആക്കി കൊടുക്കണം. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൗസ് അറിയാതെ ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്താലും നമ്മുടെ ക്യാമറയുടെ വിൻഡോ ഇവിടെ നിന്ന് മാറത്തില്ല. ഇത് എപ്പോഴും ഇങ്ങനെ ടോപ്പിൽ നിന്നാണ്. ഇത്രയുമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ നാം ചെയ്ത സ്റ്റെപ്പുകൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നാം ചെയ്തതെന്ന് പറയുന്നത്, നമുക്ക് എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പോർഷൻ സ്ക്രീനിൽ എടുത്തു വയ്ക്കുക എന്നതാണ് നാം ഒന്നാമതായി ചെയ്തത്. രണ്ടാമത്, നമ്മളെ ഒന്ന് സ്ക്രീനിൽ കാണണം. അതിനുവേണ്ടി നാം എടുത്തതാണ് വെബ് ക്യാം എടുത്തു. അതിനായിട്ട് നാം ആപ്ലിക്കേഷൻ, സൗണ്ട്സ് ആൻഡ് വീഡിയോയിൽ
സൗണ്ട്സ് ആൻഡ് വീഡിയോ GTK UVC വീഡിയോ വ്യൂവർ എടുത്തു. അത് ക്ലിക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്. നമ്മളവിടെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റ് വെച്ചു. പക്ഷേ ഇനി പഠിപ്പിക്കാൻ പോകുന്ന പാഠഭാഗവും നമ്മുടെ ക്യാമറയിലൂടെ നമ്മൾ കാണുന്ന ഇതെല്ലാം കൂടി ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇനി നടക്കാൻ പോകുന്ന ആക്ടിവിറ്റികൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ള തേർഡ് ആക്ടിവിറ്റി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നാം സെറ്റ് ചെയ്ത് ഇപ്പോൾ വച്ചിരിക്കുകയാണ്. പാഠഭാഗം എടുത്തു വെച്ചു, ക്യാമറയിലൂടെ നമ്മളെ കാണുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇനി നമ്മൾ പഠിപ്പിക്കാൻ പോവുകയാണ്. ആ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം ഇവിടെ റെക്കോർഡാകണം. റെക്കോർഡായി അതൊരു വീഡിയോ ആയിട്ട് മാറണം. അതാണ് അതിൻ്റെ 3ാമത്തെ സ്റ്റെപ്പ്. ഇനി നാം പഠിപ്പിക്കുന്ന കാര്യം ഒരു വീഡിയോ ആയിട്ട്, അതായത് നമ്മൾ സ്ക്രീനിൽ എന്താണോ സംഭവിക്കുന്നത് ആ കാര്യം ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ആവുകയാണ് വേണ്ടത്. അതിനായി നമുക്കൊരു വീഡിയോ സ്ക്രീൻ റെക്കോർഡർ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡർ, സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളാണ് സ്ക്രീൻ റെക്കോർഡർ എന്ന് പറയുന്നത്. അതിനായി നാം എടുക്കേണ്ടത് ആപ്ലിക്കേഷൻ, സൗണ്ട്സ് ആൻഡ് വീഡിയോ. ഇവിടെ കാസം എന്ന് പറയുന്ന ഒരു സ്ക്രീൻ റെക്കോർഡറുണ്ട്. ഇവിടെ നമ്മൾ മൗസ് വയ്ക്കുമ്പോൾ തന്നെ റെക്കോർഡ് എ വീഡിയോ ഓർ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് യുവർ സ്ക്രീൻ. നമ്മുടെ സ്ക്രീനിൽ നടക്കുന്ന ആക്ഷൻസിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കുന്നത്. ആപ്ലിക്കേഷൻ, സൗണ്ട്സ് ആൻഡ് വീഡിയോ, കാസം. അപ്പോൾ അതിൻ്റെ ഒരു വിൻഡോ ഇവിടെ വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സ്ക്രീൻ കാസ്റ്റ് എന്നായിരിക്കും ആക്കുന്നത്. അതായത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ സ്ക്രീൻ കാസ്റ്റാണ് ആക്റ്റീവ് ആകേണ്ടത്. സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനിലുള്ള ഇപ്പോൾ കാണുന്നതിൻ്റെ ഒരു പിക്ചറാണ് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ക്യാപ്ചർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത് ആ കാര്യം നമുക്കൊരു പിക്ചറായിട്ട് മാറും. നമുക്കതല്ല വേണ്ടത്, സ്ക്രീൻ കാസ്റ്റാണ്. സ്ക്രീൻ കാസ്റ്റ് മീൻസ് നമ്മുടെ സ്ക്രീനിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്ക്രീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ സ്ക്രീൻ കാസ്റ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിപ്പോൾ ഡിഫോൾട്ടായിട്ട് സ്ക്രീൻ കാസ്റ്റ് ആയിരിക്കും. നമ്മളെങ്കിലും ഒന്ന് വെരിഫൈ ചെയ്യുക. സ്ക്രീൻ കാസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വെൻ ക്യാപ്ചറിങ് ഇൻക്ലൂഡ് മൗസ് കഴ്സർ, സൗണ്ട് ഫ്രം സ്പീക്കർ, സൗണ്ട് ഫ്രം മൈക്രോഫോൺ. അപ്പോൾ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ കേഴ്സർ, അതായത് മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ടും ക്ലിക്ക് ചെയ്യണമെങ്കിൽ മൗസ് കേഴ്സർ അത് ആക്റ്റീവ് ആയിരിക്കണം. സൗണ്ട് ഫ്രം സ്പീക്കർ, നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു ഹെഡ്സെറ്റാണ് നിൽക്കുന്നത്. ആ ഹെഡ്സെറ്റ് ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഞാനൊരു മൈക്രോഫോണാണ് ഉപയോഗിക്കുന്നത്. കോളർ മൈക്ക് പോലുള്ള മൈക്രോഫോണാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ലാപ്ടോപ്പിൻ്റെ മൈക്ക് കൊടുക്കേണ്ട പോർട്ടിൽ കൊടുത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ സൗണ്ട് ഫ്രം മൈക്രോഫോണും ഓൺ ആക്കിയിരിക്കണം. ഇത് രണ്ടും എത്തിക്കാം. സൗണ്ട് ഫ്രം സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ മൈക്രോഫോണൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ സാധാരണ സംസാരിക്കുന്ന കാര്യങ്ങൾ സ്പീക്കറിലൂടെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നോർമലി അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് നല്ല ക്ലാരിറ്റി കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. ഹെഡ്സെറ്റ് ഉപയോഗിച്ചതിന് ശേഷം സൗണ്ട് ഫ്രം മൈക്രോഫോൺ കൊടുക്കുക. പിന്നെ മൗസ് കഴ്സറിൻ്റെ ആക്ഷൻസൊക്കെ ക്ലിക്ക് സൗണ്ടൊക്കെ കേൾക്കണമെങ്കിൽ അതും കൂടെ കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നാം ചെയ്യേണ്ടത് ക്യാപ്ചർ എന്നൊരു ബട്ടണാണ്. ഈ ക്യാപ്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വിൻഡോ ഇവിടെ പോകുന്നു. പിന്നെ നമ്മൾ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ റെക്കോർഡാകുകയാണ് ചെയ്യുന്നത്. ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് നടന്നിരിക്കണം. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഇവിടെ കൊച്ചനുജൻ എന്ന 7ാം ക്ലാസ്സിലെ കൊച്ചനുജൻ എന്ന കവിതയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ കൊച്ചനുജൻ എന്ന തൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട ചേച്ചി തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള ആ കൊച്ചനുജന്റെ മുന്നിൽ വരുന്ന വികാരഭാവങ്ങളാണ് കവിതയിലൂടെ കവി. കൊന്നിക്കുരുവും മയിൽപീലിയും പുസ്തകങ്ങളും കൂടെ പരിഭവങ്ങളും ബാക്കിയാക്കി കുഞ്ഞനിയനെ വിട്ടുപോയ പെൺകുട്ടിക്ക് ചേതന പോലവേ കാത്തതല്ലേ ചേച്ചി ചേലണി പാവകളേ, ചേരാണ്ടൊരെൻ്റെ കൈ തൊട്ടുപോയാലൊട്ടു ഛേദം വരുമെന്ന് ചൊന്നതല്ലേ.
എന്തിനെ പിന്നെ നീ എൻ്റെ മുമ്പിൽ ഈ മനോഹാരിത വച്ചു തന്നു. തേരോടിക്കാറ്റിനായി ഏറെ ചുകന്ന പൂവാരി കൊടുക്കുന്ന വള്ളി പോലെ. അപ്പോൾ നമുക്കിത് ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് പോസ് ചെയ്യാം. ഇടയ്ക്ക് വെച്ച് നമുക്കൊന്ന് നിർത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഒരു ബ്രേക്ക് എടുക്കണം, റെക്കോർഡ് നിർത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പോസ് ചെയ്യുക, വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ നമുക്ക് വീഡിയോ ട്യൂട്ടോറിയലുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. എങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ട്യൂട്ടോറിയൽ ഇടയ്ക്ക് പോസ് ചെയ്ത് പിന്നെ നമ്മൾക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്ത് നമുക്ക് റെക്കോർഡിംഗ് ഒക്കെ മികച്ചതാക്കാം. ഞാൻ നിങ്ങൾക്ക് തരുന്ന സ്ക്രീൻ റെക്കോർഡ് വീഡിയോകളെല്ലാം ഈ രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു രീതിയിൽ അവതരിപ്പിച്ചതിന് ശേഷം മറ്റൊരു ചെറിയ സ്റ്റെപ്പുകളുണ്ട്. തൽക്കാലം നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അവസാനം നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം നാം ചെയ്യേണ്ടത് എല്ലാം നമുക്ക് ഇടയ്ക്ക് നമ്മൾ പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാം. അവസാനം നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് ഫിനിഷ് റെക്കോർഡിംഗ് ആണ് കൊടുക്കേണ്ടത്. ഫിനിഷ് റെക്കോർഡിംഗ് എന്ന് കൊടുക്കുമ്പോൾ ഒരു വിൻഡോ വരും. അവിടെ ആ വിൻഡോയിൽ സേവ് എന്ന് കാണും. അവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത വാക്കുകൾ ഏത് ഫയലിലാണ്, ഏത് MP4 ഫയലിലാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ ഫയലിന് ഓൺലൈൻ 5 എന്നാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. ഓൺലൈൻ 5 ഒന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തു മുതലാണോ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ ആ വർക്ക് സേവായി. ഇത് സാധാരണയായിട്ട് സേവായി കിടക്കുന്നത് പ്ലേസസിനകത്ത് വീഡിയോസ് എന്ന ഫോൾഡറിലാണ്. അപ്പോൾ നമുക്ക് പ്ലേസസിനകത്ത് വീഡിയോസ് എന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് ഓൺലൈൻ 5 എന്നൊരു ഫയലാണ്. ഫ്രണ്ട്സ്, ഇപ്രകാരം നമുക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഭാഗമായിട്ടോ നമുക്ക് കുട്ടികൾക്കുടെ മുമ്പിൽ ഒരു ടോപ്പിക്ക് നമ്മളെ നേരിട്ട് കാണത്തക്ക രീതിയിൽ അവതരിപ്പിക്കണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഒരു വീഡിയോ ട്യൂട്ടോറിയൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും ഈ ട്യൂട്ടോറിയലിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകൾ മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമതായി നാം പഠിപ്പിക്കുന്ന പോർഷൻ എടുത്ത് വയ്ക്കുന്നു. രണ്ടാമത് നമ്മുടെ വെബ് ക്യാമറ എനേബിൾ ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഈ 2 സ്റ്റെപ്പും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവയെ ഒരുമിച്ച് റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാസം എന്ന ആപ്ലിക്കേഷൻ സ്ക്രീൻ റെക്കോർഡർ എടുത്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. ഇപ്രകാരം നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ട്യൂട്ടോറിയലിലെ എല്ലാ സ്റ്റെപ്പും നന്നായിട്ട് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞ ട്യൂട്ടോറിയൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.